യു ഡോണ്ട് നീഡ് മോർ മോട്ടിവേഷൻ, യു നീഡ് ക്ലാരിറ്റി. ആ ക്ലാരിറ്റി അച്ചീവ് ചെയ്യാനുള്ള രണ്ട് വഴികളാണ് മങ്ക് മോഡും അതുപോലെ വാർ മോഡും. മങ്ക് മോഡ് എന്ന് പറയുന്നത് ഒരു പീരീഡാണ്. ആ ഒരു പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ഡിസ്ട്രാക്ഷൻസിന്നും അതുപോലെയുള്ള പ്ലഷേഴ്സിന്നും മാറി നിൽക്കുന്ന ഒരു ടൈമാണ്. യു നെയിം ഇറ്റ്, ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയ, ഡ്രഗ്സ്, അതേപോലത്തെ ഷോർട്ട് ടേം പ്ലഷേഴ്സ്, ഇതിനൊക്കെ വിട്ട് നിന്ന് ഹൈ ഇൻറ്റൻസ് ഫോക്കസിലോട് കൂടി ഡിസിപ്ലിനോട് കൂടി ഗ്രോത്തിന് വേണ്ടി നമുക്കൊരു സംഭവം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാത്തിനും നമ്മളെ ഐസൊലേറ്റ് ചെയ്ത് കണ്ട് ചെയ്യുന്ന ഈ ഒരു സംഭവമാണ് മങ്ക് മോഡ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മേ ബി പെർമനൻ്റ് ആയിക്കാണ്ട് പോകുന്ന സംഭവമല്ല. ഇത് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ടൈമിൽ ആ ഒരു കുറച്ച് കാലം നമ്മൾ എന്ത് ചെയ്യും, മങ്ക് മോഡിൽ പോകും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, ദെൻ വി വിൽ എൻജോയ് സം ഡേയ്സ്. നമ്മളൊരു റെസ്റ്റ് ഡേയ്സ് എന്നൊക്കെയുള്ള രീതിയിൽ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പഠിക്കുമ്പോൾ പൊമഡോറോ ടെക്നിക്ക് ഉണ്ടല്ലോ, 25 മിനിറ്റ് പഠിക്കുന്നു, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു. അതേപോലെ തന്നെ നമ്മളിത് എന്ത് ചെയ്യും, ഒരു മാസമോ 2 മാസമോ ചെയ്താണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 1 വീക്ക് എന്ത് ചെയ്യും, നമ്മൾ നോർമൽ എൻജോയ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ആ ഒരു രീതിയിൽ നമുക്ക് ഓൾറെഡി ഒരു സംഭവം നമ്മൾ എടുത്തുക്കണ്, ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റഡി, ഇപ്പോൾ നിങ്ങൾ MBBS പഠിക്കുകയാണ് അല്ലെങ്കിൽ CA പഠിക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ എടുത്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, അതിൽ ഫോക്കസ് ചെയ്യലാണ് ഫുൾ. ആ ഒരു ടൈമിലാണ് മങ്ക് മോഡ് ഉപയോഗിക്കുക, വേറൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ. ഇപ്പോൾ ഞാൻ എൻ്റെ കേസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മങ്ക് മോഡ് പോയിരുന്നത് CA ഇൻ്റർ പഠിക്കുന്ന ടൈമിലാണ്. അതായത് പുറത്തത്തെ ആൾക്കാരായിട്ട് ഒരു കണക്ഷനും ഇല്ലായിരുന്നു. ചിന്തിക്കുന്നതും എഴുതുന്നതും പറയുന്നതും എല്ലാം എന്താണ്, CA റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. എൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത് ഫുള്ളി ഞാൻ ഉറങ്ങുന്നതും പഠിക്കുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. ബെഡ് ഉറങ്ങാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുള്ളൂ, പഠിക്കാൻ വേണ്ടി ടേബിള്, ബട്ട് എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത് എൻ്റെ ബെഡ്റൂമിൽ തന്നെയാണ്. ആ ഒരു ടൈമിൽ ഞാൻ വാട്സപ്പിൽ ആരും കോൺടാക്ട്സ് ഇല്ല, ഫ്രണ്ട്സിനെ കോളിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒക്കെ ജസ്റ്റ് എന്ത് ചെയ്യുള്ളൂ, എല്ലാവരും അർച്ചീവ് ചെയ്ത് വെക്കും വാട്സപ്പിൽ, സ്റ്റാറ്റസ് ഒക്കെ മ്യൂട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൗട്ട് ചോദിക്കേണ്ട സാർമാരത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ വാട്സപ്പിൽ ഉണ്ടാവുള്ളൂ ചാറ്റ്സിൽ. അതുപോലെ ഇൻസ്റ്റഗ്രാം ഒഴിവാക്കും. അങ്ങനെയുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കിയിട്ട് ആ ഒരു 8 മാസം ആ ഒരു സംഭവം മാത്രം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ആകെ നമ്മൾ ലോസ്റ്റ് ആയി നിൽക്കുന്ന ടൈമിൽ നമുക്ക് തിരിച്ച് വരണം, നമ്മളെ കൺട്രോൾ റീഗെയിൻ ചെയ്യണം, നമുക്കൊരു സംഭവം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് വേസ് ഗോ ഫോർ എ മങ്ക് മോഡ്. എല്ലാം ഒഴിവാക്കാം, ആ ഒരു സംഭവം മാത്രം. ഞാൻ മങ്ക് മോഡിൽ പോകുമ്പോൾ അത് മാത്രമല്ല, ബട്ട് ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി ചെറിയ രീതിയിൽ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യും. ശ്രദ്ധിക്കുക, ഞാൻ എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് വെച്ചാൽ ജിമ്മിക്ക് പോകാൻ നല്ല ടൈം എടുത്തിനും. ജിമ്മിക്ക് പോയിനു കുറച്ച് മാസങ്ങൾ. അപ്പോൾ അങ്ങോട്ട് പോകാനൊരു 15 മിനിറ്റ്, ഇങ്ങോട്ട് വരാനൊരു 15 മിനിറ്റ്, പിന്നെ അവിടെ ചെന്നിട്ട് വാമപ്പ് ചെയ്ത് പിന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും അങ്ങനെ മൊത്തം ഒരു 2 മണിക്കൂറൊക്കെ മൊത്തം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇവിടെ ഒരു 10 മിനിറ്റ് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എങ്ങോട്ടും പോകാനൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈം മാത്രമല്ലേ പോവുള്ളൂ. അങ്ങനെ കരുതിയാണ്ട് ആ ടൈമിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വർക്കൗട്ട് വീട്ടിൽ നിന്നാക്കി. എല്ലാ സംഭവങ്ങളുടെയും ടൈമുകൾ കുറച്ചു, എന്നിട്ട് പഠനത്തിൻ്റെ ടൈം കൂട്ടി. ആൻഡ് പല ആൾക്കാരും അന്ന് വർക്ക് ചെയ്തതിന് എങ്ങനെയാണോ അന്ന് പഠിച്ചിരുന്നത്, ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിക്കാരം, ഒരു ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആയിക്കാരം, ഒരു അങ്ങോട്ട് ഇങ്ങോട്ട് ചാറ്റിങ്ങും കോളിങ്ങും ഒക്കെ ഉണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ ഒരു പഠിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഡിസ്ട്രാക്ഷനാണ്. അതുപോലെ ഓരോരുത്തർ വിളിച്ചാണെന്ന് ചോദിക്കും, ഇവിടെ എത്തി, എൻ്റെ ഇവിടെ എത്തി, ഞാൻ ഇവിടെ എത്തി. കമ്പൈൻ സ്റ്റഡി വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഓൽക്കൊരു ആശ്വാസം കിട്ടില്ല. അതിനായിരിക്കും കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത്. അപ്പോൾ കമ്പൈൻ സ്റ്റഡി നല്ലതാണ്, പലപ്പോഴും ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാനും അതുപോലെ ഓൽക്ക് അറിയുന്ന പോയിന്റ്സ് നമുക്ക് പഠിപ്പിച്ച് തരാനും നമുക്ക് അറിയുന്നത് ഓൽക്ക് പഠിപ്പിച്ച് തരാനൊക്കെ. പക്ഷെ അതെന്ത് ചെയ്യരുത്, നമ്മളെ ഊറ്റുന്ന രീതിയിലാവരുത്. ആ ഒരു മങ്ക് മോഡ് പീരീഡ് കാരണമാണ്, എല്ലാം ഒഴിവാക്കിയത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞതാ, ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല, എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജിന് വരെ ഞാൻ പോയിട്ടില്ല. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മാരേജിന് ഞാൻ പോയിട്ടില്ല. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഓലെ വീട്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു, എനിക്ക് ക്ലാസ് ഉണ്ട്, എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ക്ലാസ്സിന് പോയില്ല കേട്ടോ, വേറെ കാര്യം. ഞാൻ ആ ക്ലാസ്സിന് പോകാതെ ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചു. അതെന്താ സംഭവിച്ചാൽ, ക്ലാസ് കഴിഞ്ഞാൽ എന്തായാലും നോർമലി നമുക്ക് ആ മാരേജിന് പോകേണ്ടി വരും. കാരണം ഓപ്ഷൻ ഇല്ല, കാരണം ഇത് അങ്ങനെ വിട്ടുള്ള സംഭവമല്ല, സ്വന്തം പെങ്ങളെ മാരേജാണ്. അപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കുക, ക്ലാസ്സിലെടുത്തത് പിന്നെ വീട്ടിലെത്തിൻ്റെ ശേഷം പഠിക്കുക. അപ്പോൾ ആ ഒരു ടൈം എനിക്ക് മിസ്സാവും. അപ്പോൾ ഞാനന്ന് ക്ലാസ്സിൽ പോയില്ല. അതിന് പകരം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ വീട്ടിലിരുന്നാണ്ട് എന്ത് ചെയ്തു, പഠിച്ചു. മീൻസ് നമ്മളൊരു 8 മണിക്കൂർ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിലും ക്ലാസ്സിൽ സാർ പഠിപ്പിച്ചുകൊണ്ട് അവിടെ വർത്താനം പറയലും ഹോംവർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 2 വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്തു, സാർ പഠിപ്പിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പഠിച്ചു. അപ്പോൾ നമുക്ക്
ആ ഒരു നഷ്ടം കോമ്പൻസേറ്റ് ആയല്ലോ. ആ രീതിയിലാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. എനിക്ക് വേറെ ഒന്നും വിഷയമല്ല, എനിക്കത് മാത്രം വിഷയമുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ഏത് എന്ത് കോഴ്സ് ആയിക്കോട്ടെ, എന്ത് ബിസിനസ് ആയിക്കോട്ടെ, എല്ലായിടത്തും ഈ ഒരു സംഭവം വർക്ക് ചെയ്യണ സാധനമാണ് മങ്ക് മോഡ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യണ സംഭവമാണ് വാർ മോഡ്. വാർ മോഡ് എന്ന് പറഞ്ഞാൽ മങ്ക് മോഡ് ഒരു വെപ്പൺ ആണെന്നുണ്ടെങ്കിൽ വാർ മോഡ് അത് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബാറ്റിലിന് പോകണ മാതിരിയാണ്. അതായത് പുതിയ പുതിയ സംഭവങ്ങൾ ട്രൈ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പോസ് ചെയ്യുക എല്ലാ കാര്യങ്ങൾക്കും, പുതിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. മങ്ക് മോഡ് പോലെ ഒരു സാധനം എടുത്തിട്ട് അതിൽ ഫുള്ള് ഫോക്കസ് ചെയ്യല്ല, അത് മങ്ക് മോഡ് ഡിസിപ്ലിൻ കാര്യങ്ങൾ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ സംഭവങ്ങൾ പഠിക്കണം, പുതിയ കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് വാർ മോഡ് എന്ന് പറയുന്നത്. മങ്ക് മോഡിൽ പോയി കഴിഞ്ഞാൽ സംഭവം ആക്ച്വലി ഭയങ്കര പീസ്ഫുള്ളാണ്. നമുക്ക് ആരും ബോധിപ്പിക്കാനില്ല, നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കിയാണ് നമ്മൾ നമ്മളെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അഡിക്റ്റീവാണ്. കാരണം നമുക്ക് ശല്യങ്ങളോ ഡിസ്ട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ നമ്മളെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിൽ തന്നെ നിൽക്കാൻ തോന്നും. പിന്നീട് അത് കഴിഞ്ഞാണ്ട് നമ്മൾ നോർമൽ ലൈഫിൽ ഇറങ്ങുമ്പോൾ ഫുള്ള് പുറത്ത് പോലും വീട്ടുകാരൊപ്പം ഫംഗ്ഷനും അങ്ങനെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു ഉള്ളിൽ ഇങ്ങനെ ഒരു ഫീലിംഗ് ആയിരിക്കും, നമ്മൾ ആ ഒരു മങ്ക് മോഡ് മിസ് ചെയ്യണ മാതിരി ആയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം എന്തിനുണ്ട് അതിൻ്റെ അത് അത് ഇവഞ്ച്വലി എന്തിലേക്ക് നയിക്കുന്ന വെച്ചാൽ സോഷ്യൽ സ്കിൽസ് നമുക്ക് ലാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു 8-9 മാസം ഒരു എക്സ്പോഷറും ഇല്ലാതെ ഫുൾ ആ ഒരു കാര്യത്തിൽ മാത്രമായതുകൊണ്ട് തന്നെ പിന്നീട് ഫ്രണ്ട്സിനൊപ്പം പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് വല്ല വർത്താനം പറയാനോ അല്ലെങ്കിൽ ഓലേറ്റും കമ്പനി ആവാനൊന്നും ഒരു ഇതുണ്ടാവില്ല. പക്ഷെ വാർ മോഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, മീറ്റിങ്സ്, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നമ്മൾ ഐഡിയാസ് ഡിസ്കസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ ആ ഒരു പ്രശ്നമല്ല. നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ കോൺസ്റ്റന്റ്ലി പഠിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റാൾക്കാരൊക്കെ നോക്കി. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണം, പുതിയ ബിസിനസ് ഐഡിയ, എൻ്റെ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഇങ്ങനത്തെ സംഭവങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ അങ്ങനെ ഓരോരുത്തരൊക്കെ ഒന്ന് പഠിക്കുക, യൂട്യൂബിൽ നിന്ന് പഠിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചെറുക്കന്മാരൊപ്പം മീറ്റിംഗ് ഇരുന്നാണ്ട് ഓലെ അറിവുകൾ, മറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓലൊപ്പം ഇരുന്ന് പഠിക്കുക. ഇങ്ങനെയൊക്കെ പുതിയ കാര്യങ്ങൾക്ക് എക്സ്പോസ് ചെയ്താണ്ട് പുതിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നമ്മൾ എന്താ പറയുക, മങ്ക് മോഡ് പറഞ്ഞാൽ ഒരു ഉള്ളിലേക്ക് വരുവാണെങ്കിൽ എന്താ പറയുക, വാർ മോഡ് എന്ന് പറഞ്ഞാൽ ഒരു പുറത്തേക്കുള്ള ഔട്ടർ സംഭവങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. മങ്ക് മോഡിൽ ഇന്നർ ഐറ്റംസ് ആണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാർ മോഡിൽ ഔട്ടർ സംഭവങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻറ്റൻസ് ഫോക്കസ് വരാൻ വേണ്ടി തന്നെയാണ്, രണ്ടും ഫോക്കസ് ചെയ്യുന്നതാണ്, പക്ഷെ രണ്ടും വേറെ ടൈപ്പാന്നുള്ളൂ. അതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ മുടി തന്നെ കളഞ്ഞത്, എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്ത് ഇനി സാധാ പോലെ നടന്നിട്ട് കാര്യമില്ല, ഇനി നമുക്ക് വേറെ മോഡിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ. വാർ മോഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. എനിക്ക് ഇവിടെയും എന്തുണ്ട്, ഡീപ്പ് വർക്ക് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ 5:48 4 മണിക്ക് എണീറ്റു, ഇതിനെക്കുറിച്ചുള്ള സ്ക്രിപ്റ്റ് എഴുതി, ഇപ്പോൾ അതിനെക്കുറിച്ച് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത ടൈമാണ്. ഇവിടെ ഞാൻ എൻ്റെ വർക്കാണ് ചെയ്യുന്നത്. നൗ സോഷ്യൽ മീഡിയ ഈസ് ദ വർക്ക് ഐ എം സീയിങ്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. അപ്പോൾ അത് രാവിലെ തന്നെ ചെയ്യുന്നുണ്ട്, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ, ഒരു നോട്ടിഫിക്കേഷനോ വാട്സപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ വാർ മോഡ് എന്ന് പറയുന്നത് വെറും എന്തല്ല ഫുൾ അലമ്പ് കളിക്ക് നടക്കില്ലല്ല, അതിലും ഡീപ്പ് വർക്ക് ഉണ്ട്. പക്ഷെ മങ്ക് മോഡ് പോലെ ഒരു സംഭവത്തിൽ തന്നെ ഫോക്കസ് ചെയ്യില്ല, എന്താണ് നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ. നിങ്ങൾക്ക് മങ്ക് മോഡിനും വാർ മോഡിനും ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഒന്നാമത്തെ മങ്ക് മോഡിനെ കുറിച്ച് പറയാം. ഡേവിഡ് ഗോഗിൻസ്, മൂപ്പരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്നല്ല. നിങ്ങൾ കാൺ ഹേർട്ട് മീ എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും പെയിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. പെർമനൻറ്റ് മങ്ക് മോഡിലാണ് മൂപ്പര് ജീവിക്കുന്നത്. മൂപ്പര് എന്തെങ്കിലും മീറ്റിങ്ങിന് പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകില്ല, അങ്ങനെ ആർക്കും റിപ്ലൈ ഒന്നും കൊടുക്കില്ല. ഫുൾ എന്താ പറയുക, എല്ലാ ദിവസവും ഡു എവറിത്തിങ് ദാറ്റ് സക്സ്, അങ്ങനെ മൂപ്പര ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. എന്നും മൂപ്പര എന്ത് ചെയ്യും, കംഫോർട്ട് സോണിൽ നിന്ന് അപ്പുറത്തേക്ക് പുഷ് ചെയ്യും. രണ്ടാമത്തെ ആളാണ് ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സിന് ഒരു സംഭവമുണ്ട്, തിങ്ക് വീക്ക് എന്ന് പറഞ്ഞാണ്ട്. തിങ്ക് വീക്ക് ഒരു 7 days മൂപ്പർ എന്ത് ചെയ്യും, ഇവിടുന്ന് ഈ ഡിസ്ട്രാക്ഷനിൽ നിന്നും ടെക്നോളജിയിൽ നിന്നൊക്കെ മാറിയിരുന്ന് എന്താണ്, എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് എന്നാണ് തോന്നുന്നത്, ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോയിട്ട്, വുഡ്സ് എന്നാണ് കണ്ടത് നോക്കിയിട്ട്, ഫോറസ്റ്റിൽ പോയിട്ട് മൂപ്പരുതായിട്ട് ഒരു ക്യാബിൻ, അവിടെ വേറെ ഡിസ്ട്രാക്ഷനോ ടെക്നോളജി കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ബുക്സും റിസർച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ. എന്നിട്ട് അവിടെ നിന്നാണ്ട് എന്ത് ചെയ്യും, തിങ്ക് ചെയ്യുക, അതേപോലെ തന്നെ അവിടെ നിന്നാണ്ട് സംഭവങ്ങളെ കുറിച്ച് പഠിക്കുക. അപ്പോൾ അതെന്താണ്, മൂപ്പർക്ക് കൂടുതൽ ക്ലാരിറ്റി കൊടുക്കും. അപ്പോൾ അവിടെ നിന്നായിരിക്കും പുതിയ പുതിയ ഐഡിയാസുകളൊക്കെ ജനറേറ്റ് ആവുണ്ടാവുക. അപ്പോൾ ഒരു കമ്പനീനെ ഫ്യൂച്ചർക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റ് നോയ്സിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചിന്തിക്കേണ്ട അവസരങ്ങൾ വരും. അപ്പോൾ അതിനാണ് മൂപ്പർ എന്ത് ചെയ്യുന്നത്, തിങ്ക് വീക്ക് എന്ന് വിളിക്കുന്ന സംഭവം. മൂന്നാമത്തെ ആളെ ഞാൻ പറയുന്നത് സ്റ്റീവ് ജോബ്സ്. സ്റ്റീവ് ജോബ്സിനും ഇതുപോലെ ഇൻറ്റൻസ് ഫോക്കസ് പീരിയഡ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നൊക്കെ ആൾക്കാർ, ഇവരൊക്കെ ടെക്നോളജിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ഓൽക്കറിയാം, കാരണം ഇത് കാര്യങ്ങൾ
എപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല, നമ്മളെ ടൈം, അറ്റൻഷൻ, ഫോക്കസ് ഒക്കെ ഇവർ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു സംഭവം ഉണ്ട്. ഇതിൽ നിന്ന് മാറി നിന്ന് എന്ത് ചെയ്യുക, ഫുൾ ഫോക്കസിനായിട്ട് ടൈം മാറ്റി വെക്കുക എന്നുള്ള സംഭവം. ഇനി അടുത്ത് വാർ മോഡിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മുടെ ബാസ്കറ്റ് ബോൾ പ്ലെയർ കോബെ അല്ലെങ്കിൽ കോബ്രയാൻ. അപ്പോൾ മൂപ്പര് ഒരു സംഭവമാണ് മമ്പ മെൻറ്റാലിറ്റി. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്. അതായത് മൂപ്പര് 4 മണിക്ക് നീക്കും, ട്രെയിൻ ചെയ്യുന്നു, പിന്നെയും ട്രെയിൻ ചെയ്യുന്നു, അങ്ങനെ ഒരു ദിവസം പല മൾട്ടിപ്പിൾ ടൈമിൽ ട്രെയിൻ ചെയ്യുന്നു. പിന്നെ ഒരുപാട് ഇതിൻ്റെ ടേപ്പുകൾ വാച്ച് ചെയ്യുക, അതായത് ബാസ്കറ്റ് ബോളിൻ്റെ വീഡിയോസുകൾ വാച്ച് ചെയ്യാം, അതിനെക്കുറിച്ച് പഠിക്കുക, ഫുൾ ഒരു ഗ്രൈൻഡ് കൾച്ചറിലായിരുന്നു. രണ്ടാമത് പറയുകയാണെങ്കിൽ എലോൺ മസ്കിന് 80 to 100 hours വീക്കുകൾ ഉണ്ടായിരുന്നു ടെസ്ലയും സ്പേസ് എക്സ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ. 80 തൊട്ട് 100 മണിക്കൂർ വരെ ഒരാഴ്ചയിൽ 30 വർക്ക് ചെയ്യേണ്ടതാണല്ലോ. ഒരു ദിവസം ഏകദേശം 13, 14, 15 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ നോർമലി ഒരു എംപ്ലോയി വേറൊരാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ വയ്ക്കുമോ? 14, 15, 16 മണിക്കൂർ ആ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഓലൊക്കെ ചിന്ത എങ്ങനെ വരാം? 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേഗം പെരി പോകുക എന്നുള്ള രീതിയിൽ. അതാണ് വേറെ ആൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ ഇലോൺ മസ്ക് വർക്ക് ചെയ്യുന്നത് ഇലോൺ മസ്കിന് വേണ്ടിയാണ്. ഇലോൺ മസ്കിൻ്റെ കാര്യത്തിലാണ്. മൂപ്പര് വാർ മോഡിലാണ്. അപ്പോൾ മൂപ്പര് കംപ്ലീറ്റ് ആൾ ഔട്ടാണ്. മൂപ്പര് ഡസൻ കെയർ എന്തായിക്കോട്ടെ, എനിക്ക് ഈ സംഭവം ബിൽഡ് ചെയ്യണം, ഈ ഒരു സംഭവം സക്സസ് ആക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെയുള്ള എക്സാമ്പിളാണ് അർണോൾഡ് മിസ്റ്റർ ഒളിമ്പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണതിൻ്റെ ഒപ്പം കൺസ്ട്രക്ഷൻ വർക്കിന് പോയി, അതിൻ്റെ ഒപ്പം കോളേജിലേക്ക് പോയി, ഇങ്ങനെയൊക്കെ ഭയങ്കര ഗതികെട്ടൊരു ലൈഫായിരുന്നു ആ ഒരു ടൈമിൽ ജീവിച്ചിരുന്നത്. ഇതൊക്കെ വാർ മോഡിനും മങ് മോഡിനും എക്സാമ്പിളാണ്. ഇത് എന്തിനാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ യൂസ്ഫുൾനെസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ലോകത്തുള്ള 90% ആൾക്കാരും ഡിസ്ട്രാക്റ്റഡ് ആണ്. ഓല് ബിസി വർക്ക്, ഓല് പ്രൊഡക്റ്റീവ് ആണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബിസി ആയി നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇടയിൽ നമുക്ക് സിമ്പിളായിട്ട് ഔട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്, ഔട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നൊരു സംഭവമാണ് മങ്ക് മോഡും അതുപോലെ വാർ മോഡും. അത് നമ്മളെ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മളെ സെൽഫ് അവെയർനെസ് ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മളെ ഡിസിപ്ലിൻ കൂടുന്നു, നമ്മളെ ബാഡ് ഹാബിറ്റ്സ് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, നമ്മുടെ മെൻ്റൽ ടഫ്നെസ് കൂടുന്നു, നമ്മളെ ക്രിയേറ്റിവിറ്റി കൂടുന്നു, നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു, നമ്മുടെ വർക്ക് എത്തിക്ക് കൂടുന്നു, ടേൺസ് പ്രഷർ ഇൻ ടു പവർ. ഇതിന് മോൾക്ക് ഇഷ്ടംപോലെ ബെനിഫിറ്റ്സ് ഉണ്ട്, ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സംഭവം പല ഇംഗ്ലീഷ് വീഡിയോകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, വാർ മോഡ് മങ്ക് മോഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മലയാളത്തിക്ക് ആൾക്കാർക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരിക എന്നാണ് എൻ്റെ ലക്ഷ്യം. ദിസ് ഈസ് ലെജിറ്റ് മങ്ക് മോഡും വാർ മോഡും എന്ന് പറയുന്നത്. ഹോപ്പ് ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.